അത്രയ്ക്കും വിഷമിച്ച് കരയാറായിട്ടാണ് ഞാൻ വന്നത്. കാരണം ഒരു ഡിഗ്രി സ്റ്റുഡൻസിന്, അതായത് ഇപ്പൊ FIGP സ്റ്റുഡൻസിന് പോലും ഇങ്ങനെ ഒരു അബദ്ധമോ അങ്ങനൊരു പ്രശ്നമോ ഉണ്ടാകാൻ പാടില്ല എന്നൊരു കോൺസെപ്റ്റിലാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ഇവിടെ വന്ന് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് സംസാരിക്കുന്നത്. കാരണം എല്ലാ FIGP പിള്ളേരും ഈ ഒരു കാര്യം എന്തായാലും അറിഞ്ഞിരിക്കണം. ആരും ഇനി പുറമെ വന്ന് പറഞ്ഞു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹലോ ഗായ്സ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ FIGP പിള്ളേർക്കും ഉള്ള അല്ലെങ്കിൽ സ്റ്റുഡൻസിനുള്ള ഒരു വീഡിയോയാണ്. കാരണം എൻ്റെ കോളേജിൽ നടന്ന ആ ഒരു കാര്യം നിങ്ങളെ കോളേജിലെ പിള്ളേർക്ക് പറ്റാൻ പാടില്ല. കാരണം അത്രയ്ക്കും വിഷമിച്ചിട്ടാണ് ഞാൻ ഇന്നലെ കോളേജിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കണം. നിങ്ങൾക്കും ആ ഒരു വിഷമം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എമർജൻസി ആയിട്ട് ചെയ്യുന്നത്. വളരെ സീരിയസോടെയാണ് ഈ ഒരു വീഡിയോ, ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇന്നലെ ഞാൻ കോളേജിൽ നിന്ന് വന്നപ്പോൾ അത്രയ്ക്കും വിഷമിച്ച് കരയാറായിട്ടാണ് ഞാൻ വന്നത്. കാരണം ഒരു ഡിഗ്രി സ്റ്റുഡൻസിന്, അതായത് ഇപ്പൊ FIGP സ്റ്റുഡൻസിന് പോലും ഇങ്ങനെ ഒരു അബദ്ധമോ അങ്ങനൊരു പ്രശ്നമോ ഉണ്ടാകാൻ പാടില്ല എന്നൊരു കോൺസെപ്റ്റിലാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ഇവിടെ വന്ന് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് സംസാരിക്കുന്നത്. കാരണം എല്ലാ FIGP പിള്ളേരും ഈ ഒരു കാര്യം എന്തായാലും അറിഞ്ഞിരിക്കണം. ആരും ഇനി പുറമെ വന്ന് പറഞ്ഞു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു കോൺസെപ്റ്റിൽ ഞാൻ വന്നൊരു വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളാരെയും എനിക്ക് കരയിപ്പിക്കാൻ അത്ര താല്പര്യമില്ല. എനിക്കും കരയാൻ താല്പര്യമില്ല, എൻ്റെ ഫ്രണ്ട്സിനെയും കരയിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നെനിക്ക് നിർബന്ധമാണ്. കാരണം ഞാനൊരു FIGP സ്റ്റുഡൻ്റ് ആണ്. ഞാനൊരു സെക്കൻഡ് ഇയർ, ഇപ്പം ഞാൻ സെക്കൻഡ് ഇയർ ആണ്. എനിക്ക് മുമ്പ് ഇപ്പോൾ വന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് FIGP പിള്ളേർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. കാരണം അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും, ഇതെൻ്റെ ഉറപ്പാണ്. ആരും കരയാൻ പാടില്ല. ഈ FIGP സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആരും കരയാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അടുത്തൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത്, എൻ്റെ ഫ്രണ്ടിന്റെ ഒരു സിറ്റുവേഷൻ ഞാൻ ആദ്യം പറയാം. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സെമസ്റ്റർ എക്സാം സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഡ്രസ്സ് തന്നെയാണ് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ എക്സാം ആൻഡ് ബിഫോർ എക്സാം. സോ അത് ഒറിജിനൽ സിറ്റുവേഷൻ ആയിരുന്നു ഗൈസ്. അത് ഒരു ഇതുപോലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റല്ലായിരുന്നു. എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തത്. ബട്ട് ആ സെക്കൻഡ് സെമസ്റ്റർ എക്സാമിന്റെ ഒരു ഫസ്റ്റ് ഡേ ആയിരുന്നു. അന്ന് ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു കേട്ടോ. സെക്കൻഡ് സെമസ്റ്റർ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ പേപ്പർ നോക്കുന്ന. ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന്റെ പേപ്പർ നോക്കുന്നത് നമ്മളെ കോളേജിലെ ടീച്ചേഴ്സും ആണ്. ഞാനാണെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിൽ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിലെനിക്ക് ഇപ്പോഴും വേദനയുണ്ട്. കാരണം അത്രയ്ക്കും എഫേർട്ട് എടുത്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ സിലബസിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും. എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും അത്ര പാസ്സായാൽ മതി എന്നൊരു ഇതിലാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത്. റിസൾട്ട് വരുമ്പോഴേ അറിയത്തുള്ളൂ എത്ര മാർക്കുണ്ട്, എത്ര ഇതുണ്ട്, പെർസെൻറ്റേജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അതെന്തായാലും ഞാൻ ഒരു വീഡിയോ എന്തായാലും ചെയ്യും. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ സെക്കൻഡ് സെമസ്റ്റർ എക്സാമിൽ ഉണ്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്ക്, ഒരു വലിയൊരു മിസ്റ്റേക്ക് ആണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം. എൻ്റെ ഫ്രണ്ട് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇന്ന സബ്ജക്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു സബ്ജക്റ്റ്, അത് ലാസ്റ്റ് എക്സാം ആയിരുന്നു. അവൾക്ക് എക്സാം സമയത്ത് അവളെ ഹാളിൽ നിന്ന് സാറിന്റെ മിസ്റ്റേക്ക് ആവാം ഞാൻ പറയുന്നത്. പക്ഷെ ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് +1 +2 വരെ, അതായത് 10th +2 ആ ഒരു സ്കൂൾ ലൈഫിലൊക്കെ നമുക്കൊരു 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം തരും. പക്ഷെ ഈ ഡിഗ്രി സ്റ്റുഡൻസിന് കൂൾ ഓഫ് ടൈം ഇല്ല. കറക്റ്റ് 10:30 എക്സാം സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നത് 10:30 ഇല്ലെങ്കിൽ 10:30 കഴിഞ്ഞിട്ടാ തരുന്നത്. നമുക്ക് അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ മാറുന്നതൊന്നും നമുക്ക് നോക്കാൻ സമയമില്ല. കാരണം നമുക്ക് ഇംഗ്ലീഷ് എക്സാം, അതായത് AEC ലാംഗ്വേജ്, മലയാളം ആയിരുന്നാലും ഇംഗ്ലീഷ് ആയാലും നമുക്ക് 1 മണിക്കൂറേ കിട്ടത്തുള്ളൂ. ആ ഒരു എക്സാമിന് 1 മണിക്കൂർ കിട്ടുമ്പം അത് 10:30 എക്സാം സ്റ്റാർട്ട് ചെയ്യും. 11:30 വരെ നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അത് ഒരു 11 കാലാകുമ്പോഴേ തുടങ്ങും. പേപ്പർ തരും എന്ന് പറഞ്ഞ് തുടങ്ങും.
നമുക്ക് ടെൻഷൻ ആയിരിക്കും. നമ്മൾ അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് പഠിച്ചിട്ട് പോയിട്ട് നമുക്ക് ടെൻഷൻ ആയിരിക്കും. ആ ഒരു ടൈമിൽ നമ്മൾ എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മാറി വരുമ്പോൾ നമ്മളൊരു ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഓരോ FIGP സ്റ്റുഡൻസും ഇതൊന്ന് ആലോചിച്ച് നോക്കണം. ഇല്ലെങ്കിൽ മുമ്പത്തെ ഡിഗ്രിക്കാർക്ക് ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റിൽ ഒന്ന് പറയണം കേട്ടോ. ഇത് നമുക്ക് ഫസ്റ്റ് ആയിട്ട് വന്നതായതുകൊണ്ട് നമുക്കറിയത്തില്ല. നമുക്കിതുവരെ ആരും ഒന്നും പറഞ്ഞു തന്നിട്ടുമില്ല. നമ്മൾ കയറിയ ടൈമിൽ നമുക്ക് നല്ലൊരു സീനിയർ ഇല്ല, അതാ സത്യം. ഒരു സീനിയർ ആയിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇതില്ല, അല്ലെങ്കിൽ ടീച്ചറെങ്കിലും നേരെ ചൊവ്വേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ലായിരുന്നു. സോ എനിക്ക് നിർബന്ധമാണ് നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരരുത്. അങ്ങനെ ഞാൻ പറയാം, കാര്യത്തിലോട്ട് പോവാം. എന്റെ ഫ്രണ്ടിന് ഇങ്ങനെ എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ അവള് ഭയങ്കര വിഷമത്തിലാണ് ഇറങ്ങി. അവള് നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവൾക്ക് നോക്കിയപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ അവൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, നമ്മളെ സിലബസിലുള്ളതാണോ. കാരണം അവളെ റൂമിലിരുന്ന എല്ലാ ഇംപ്രൂവ്മെന്റ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, സപ്ലിമെന്ററി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, FIGP സ്റ്റുഡൻസ്, നമ്മള് 2025 അഡ്മിഷനുള്ള പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പോൾ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, പല സിലബസിലുള്ളതായിരിക്കും. കാരണം ഒരു സബ്ജക്റ്റ് ആണ്, കോഴ്സ് നെയിം ഒന്നാണ്, ബട്ട് സപ്ലി, ഇംപ്രൂവ് ആൻഡ് FIGP സ്റ്റുഡൻസ് ഇപ്പൊ നമ്മൾ സെക്കൻഡ് സെമിസ്റ്റർ എക്സാം, ഇപ്പം പല ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. സോ ഇവള് എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ട് പറഞ്ഞു, ഒരു പാസ്സാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത്രയ്ക്കും പാടായിരുന്നു, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ സിലബസിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ന് അവള് പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞു, എടി ഇപ്പം നമുക്ക് അറിയാൻ പറ്റത്തില്ല, സിലബസിലുള്ള ഉള്ളതും സിലബസിൽ ഇല്ലാത്തതും മിക്സ് ആയിട്ടായിരിക്കും വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു, അവളോട് പറഞ്ഞു. ബട്ട് സത്യം പറഞ്ഞാൽ അത് വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അവൾ എഴുതിയ എക്സാം സപ്ലിയുടെ ആൾക്കാരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് അവൾ അറിയുന്നതിൽ ആരും അറിയുന്നില്ല. നമ്മള് ഇന്നലെയാണ് സത്യം പറഞ്ഞാൽ അറിയുന്നത് അവളെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലായിരുന്നു, അത് സപ്ലിക്കാരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല അവൾക്ക് കിട്ടിയത്. ഇവർക്ക് കിട്ടാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സപ്ലിക്കാർക്കും പോയി, സപ്ലിക്ക് കിട്ടാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇവർക്കും കിട്ടി. ആ ഒരു കാര്യത്തിൽ എനിക്ക് പറയുകയാണെങ്കിൽ അത് ഞാൻ യോജിക്കുന്നില്ല. നമുക്ക് കിട്ടാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് തന്നെ തരണം. അല്ലെങ്കിൽ നമുക്കൊരു ഈ എക്സാം ടൈമിൽ നമുക്കൊരു കൂൾ ഓഫ് ടൈം എന്ന സാധനമെങ്കിലും തരണം. ഒരു 5 മിനിറ്റെങ്കിലും മാക്സിമം തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആണോ എന്നെങ്കിലും നോക്കി ഇത് എഴുതാം. പക്ഷെ അല്ല, കറക്റ്റ് 10:30 എക്സാം തുടങ്ങി 11:30 തീരുന്ന ആ ഒരു സിസ്റ്റം ഞാൻ യോജിക്കുന്നില്ല. നമുക്ക് ആ ടൈമിൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ ഒന്നാമത് ടെൻഷൻ അടിച്ചിട്ടായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ആ ഒരു ടൈമിൽ എനിക്ക് ഇപ്പോഴും അതിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റുന്നില്ല. കാരണം എന്റെ ഫ്രണ്ടിന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം ഞാനല്ലാതെ പിന്നെ വേറെ ആരാ ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ. എനിക്കൊരു ചാനലുണ്ട്, ഞാൻ അതിൽ റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിലെനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒരു FIGP പിള്ളേർക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒന്നാമത് വരുന്നത്, നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിലായിരിക്കാം ഈ സപ്ലിക്കാര്, ഇംപ്രൂവ്മെന്റുകാര്, FIGP നമ്മളെ സെക്കൻഡ് സെമസ്റ്ററുകാരും എക്സാം എഴുതുന്നത് ഒത്തായിരിക്കും. അത് നമുക്ക് പോലും അറിയത്തില്ലായിരുന്നു. സോ അതിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്ന് വെച്ചാൽ 2024 ഓൺവേർഡ്സ് അത് കുഴപ്പമില്ല. പിന്നെ അതുപോലെ 2024 അഡ്മിഷൻ ഓൺവേർഡ്സ് കുഴപ്പമില്ല. 2024 അഡ്മിഷൻ എന്ന് പറയുന്നത് സപ്ലിക്കാരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 2025 അഡ്മിഷൻ അത് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ നിങ്ങളുടെ ചിലപ്പോൾ അടുത്ത വർഷത്തെ 2026 അഡ്മിഷൻ ആയിരിക്കും നിങ്ങളുടേത് വരുന്നത്. 2025 അഡ്മിഷൻ എന്ന് പറയുന്നത് നമ്മളെ സപ്ലിക്കാരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അങ്ങനത്തെ ഒരു ഇതായിരിക്കും ഇനി അടുത്തത് വരുന്നത്. ഇത് നമ്മൾ ഇന്നലെ 12 മണിക്ക് നമ്മൾ ക്ലാസ് കഴിഞ്ഞതാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു പ്രശ്നം കാരണം നമ്മൾ അവിടെ കോളേജ് ഫുള്ള് അലഞ്ഞ് നടന്ന് ശരിയാക്കാം എന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ നടന്നത്. കാരണം സപ്ലി എഴുതാൻ പാടില്ല എന്നൊരു ഇതിലായിരുന്നു. കാരണം അവൾ അത്രയ്ക്കും പഠിച്ചുകൊണ്ട് പോയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇത് വന്നത്. ക്ലാസ്സിലെ ടീച്ചറെങ്കിലും ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം ആവത്തില്ലായിരുന്നു. എന്റെ ക്ലാസ്സിൽ നിന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഓരോ തരം ക്വസ്റ്റ്യൻ പേപ്പർ അതാണ് പറഞ്ഞു തന്നിട്ടാണ് നമുക്ക് തന്നത്. അതിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അവളെ ക്ലാസ്സിൽ നിന്ന് സാറോ ടീച്ചറോ എനിക്കറിയത്തില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ അത് അവര് മിസ്റ്റേക്ക് ആയിരിക്കാം. അങ്ങനെ അവര് എന്റെ ഫ്രണ്ട്സ് നമ്മളെല്ലാരും കൂടെ ചേർന്ന് കോളേജില് പ്രിൻസിപ്പാളിനെ കണ്ടു, ടീച്ചറിനെ കണ്ടു, ഓരോ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക്
അത് ഞാൻ യോജിക്കുന്നില്ല. കാരണം അവരെ മിസ്റ്റേക്കാ. മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു നമ്മളെയാണ് അത് എഫക്ട് ചെയ്യുന്നത്. സത്യം നമുക്കായിരിക്കും ഒരു പ്രോബ്ലം വരുന്നത്. അതുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല. അപ്പം ഇനിയുള്ള സ്റ്റുഡൻസിന് ഇങ്ങനെ ഒരു തെറ്റോ ഒന്നും വരരുത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണോ നോക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ കേട്ടോ. കാരണം ഇനി വരാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം ഞാൻ അത്രയ്ക്ക് വിഷമിച്ചിട്ടാണ് ഈ ഒരു നിമിഷം വരെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണത്. എന്റെ ഫ്രണ്ട് ഇന്നലെ കരയാതിരുന്ന ഒരു ടൈം പോലും ഉണ്ടായിരുന്നില്ല. നമുക്ക് കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാം. നീ കരയരുത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനേ പറ്റൂ. എക്സാം എഴുതിയത് അവളെ ക്വസ്റ്റ്യൻ പേപ്പറാ മാറിപ്പോയി. അപ്പൊ അവൾക്ക് നല്ല വിഷമവും കാര്യങ്ങളും കാണും. എങ്ങനെ എഫക്ട് ചെയ്യണം ഒന്നും അറിയാൻ പറ്റത്തില്ല. റിസൾട്ട് വരുമ്പോ അറിയാം അതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഇന്ന് ഈ സന്തോഷത്തോടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഈ FAQ പിള്ളേർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരരുത്. നിങ്ങളെങ്കിലും ഒന്ന് നോക്കിയും കണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയോ ടീച്ചറോട് ചോദിക്കുകയോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ ആൻസർ എഴുതാവൂ. നിങ്ങൾക്ക് ഈ ഒരു അബദ്ധം പറ്റരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് ഈ FAQ പിള്ളേർക്ക് അല്ലാതെ FAQ സ്റ്റുഡൻസിനെ നിങ്ങൾ ഒന്ന് ഈ ഒരു വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം, ഷെയർ ചെയ്യണം കേട്ടോ. കാരണം ആർക്കും ഈ ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.